ഒരു മെട്രിക്സിന്റെ റാങ്ക് എന്നത് എന്താണ്? ഗേറ്റ് എക്സാമിലും സെറ്റ് എക്സാമിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റാണ് ഇത്. ഇന്ന് നമ്മൾ റാങ്ക് എന്താണ്, ഇതെങ്ങനെ കണ്ടെത്താം, ഇതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ക്ലിയർ ആയിട്ട് പഠിക്കാം. ഒരു മെട്രിക്സിന്റെ റാങ്ക് എന്നത് അതിലെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് അല്ലെങ്കിൽ കോളംസ് ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 0 അല്ലാത്ത മാക്സിമം റോസ് അല്ലെങ്കിൽ കോളംസ് ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ. ഇത് രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, റോ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാം. അതുപോലെ കോളം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാലും റാങ്ക് കണ്ടുപിടിക്കാം. രണ്ട് രീതിയിൽ ചെയ്താലും നമുക്ക് റാങ്ക് സെയിം തന്നെയായിരിക്കും കിട്ടുക. ഇനി ഈ റാങ്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഒരു ഈസി മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡാണ് റോ എക്കലോൺ ഫോം അല്ലെങ്കിൽ റോ റെഡ്യൂസ്ഡ് ഫോം എന്നും പറയും. അപ്പോൾ നമുക്ക് റോ എക്കലോൺ ഫോം എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യുക. കൺസിഡർ ദ മെട്രിക്സ് എ ഈക്വൽ ടു മെട്രിക്സ് 1 2 2 4. ഓക്കെ, 1 2 2 4 ഈ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യാം. നമുക്ക് ഇതിനെ ഈ മെട്രിക്സിന്റെ റാങ്ക് എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സിൽ റോ ഓപ്പറേഷൻസ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. റോ ഓപ്പറേഷൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അതിന് താഴത്തേക്കുള്ള വാല്യൂസ് നമുക്ക് 0 ആക്കി മാറ്റും. ഇവിടെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് 1 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് 1 ആക്കി മാറ്റേണ്ട കാര്യമില്ല. അപ്പോൾ 1ന് താഴത്തേക്കുള്ള പോർഷൻസ് 0 ആക്കണം. അതായത് ഇവിടെ ഒരു 2x2 മെട്രിക്സ് ആയതുകൊണ്ട് ഇവിടെ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2ന് നമുക്ക് 0 ആക്കി മാറ്റണം. 2ന് 0 ആക്കി മാറ്റാൻ വേണ്ടി കൊടുക്കുന്ന ഓപ്പറേഷൻ എന്നത് R2 ഇംപ്ലൈസ് R2 മൈനസ് 2R1. ഓക്കെ, ഈ ഒരു ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു 2 എന്നുള്ള വാല്യൂനെ നമുക്ക് 0 ആക്കി മാറ്റാം. അപ്പോൾ ഈ ഓപ്പറേഷൻ 2ന് മാത്രം കൊടുത്താൽ പോരാ, ആ റോയിലെ എല്ലാ എലമെന്റുകൾക്കും കൊടുക്കാം. സോ ഫസ്റ്റ് റോ അങ്ങനെ നിർത്തി. സെക്കൻഡ് റോയിലെ 2നെ 0 ആക്കാനുള്ള ഓപ്പറേഷനാണ് നമ്മൾ കൊടുത്തത്. സോ ദിസ് വിൽ ബിക്കം 0. 4 എന്നുള്ള എലമെന്റിന് എന്ത് മാറ്റാ വരിക? 4ന് ഓപ്പറേഷൻ കൊടുത്താൽ 4 മൈനസ് 2 ഇൻറ്റു R1. R1 ഈസ് 2. ഇറ്റ് ഈസ് 4 മൈനസ് 4 ഈക്വൽ ടു 0. സോ 0 0 എന്ന് വരും സെക്കൻഡ് റോ. ഓക്കെ, നമുക്കിത് റോ എക്കലോൺ ഫോമിലേക്ക് ആയോ എന്ന് അറിയാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, അതിന് താഴത്തോട്ടുള്ള വാല്യൂസ് എല്ലാം 0 ആയി. അല്ലേ, നമുക്ക് 2x2 മെട്രിക്സേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ, അതിന് താഴത്തേക്കുള്ള വാല്യൂ 0 ആക്കി മാറ്റി. ഇനി വേറെ ഒരു നോൺ സീറോ റോ ഒന്നും ഇല്ല, വേറെ റോ ഒന്നും ഇല്ല ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കൊരു 0 റോയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആക്കി, അതിന് താഴത്തേക്കുള്ള വാല്യൂസ് എല്ലാം 0 ആക്കി. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആക്കണം, അതിന് താഴത്തേക്കുള്ള വാല്യൂസ് എല്ലാം 0 ആക്കണം. തേർഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആക്കണം, പിന്നെ താഴത്തേക്കുള്ള വാല്യൂസ് 0 ആക്കണം. ഇതാണ് അതിന്റെ പ്രൊസീജിയർ. ഇപ്പോൾ ഒരു 2x2 മെട്രിക്സിലുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സെക്കൻഡ് റോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി 0 ആയി പോയി. ഇനി ഈ ഒരു മെട്രിക്സിന്റെ റാങ്ക് എന്താണ്? അപ്പോൾ ഇപ്പോൾ നമ്മൾ കിട്ടിയിരിക്കുന്ന ഈ മെട്രിക്സ് റോ എക്കലോൺ ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി അതിനകത്ത് എത്ര നോൺ സീറോ റോസ് പ്രസന്റ് ആണ് എന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. ആ എത്ര നോൺ സീറോ റോസ് പ്രസന്റ് ആണോ ആ റോയിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ റാങ്ക് എന്ന് പറയുന്നത്. ഇത് മെട്രിക്സ് റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ റാങ്ക് എഴുതിയത്. ഇത് ഇങ്ങനെ ഒരു കൺവേർഷൻ ഒന്നും കൊടുക്കാതെ തന്നെ മെട്രിക്സിലെ റോസ് നമുക്ക് കാണുമ്പോൾ തന്നെ അതിന്റെ റാങ്ക് എത്രയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കാം. ഇവിടെ R1 R2 രണ്ട് റോ ആണുള്ളത്. 2x2 മെട്രിക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ R1ഉം R2ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ R2 എന്ന് പറയുന്ന R1ന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെ? R1ന്റെ 2 ടൈംസ് ആണ് R2 എന്ന് പറയുന്നത്. സോ ഈ രണ്ട് റോസും ഡിപ്പെൻഡന്റ് റോസ് ആണ്, അത് ലീനിയർലി ഡിപ്പെൻഡന്റ് റോസ് ആയിട്ടാണ് വരിക. അപ്പോൾ ഒന്നും മറ്റേതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കണേ, അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇത് റോ ഓപ്പറേഷൻസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും 0 ആയിട്ട് മാറും, അല്ലെ? ലീനിയർലി ഡിപ്പെൻഡന്റ് റോസ് ആണെങ്കിൽ അതിൽ റോ ഓപ്പറേഷൻസ് എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് 0 ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ റാങ്ക് ഈക്വൽ ടു 1 ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ റോസ് ഒന്ന് മറ്റേതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുവാണെങ്കിൽ അപ്പൊ എത്ര ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഉണ്ടെന്നാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരേ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് റോയെ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ അതിൽ നിന്ന് റാങ്ക് ഈക്വൽ ടു 1 എഴുതാൻ പറ്റും. ഓക്കെ, ഒന്ന് മറ്റേതിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഉണ്ടെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ്, ഇത് മറ്റേതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. സോ നമുക്ക് ഇവിടെയുള്ള നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് എന്ന് പറഞ്ഞാൽ 1 പറയാൻ പറ്റും. അതുകൊണ്ട് റാങ്ക് എന്ന് പറഞ്ഞത് 1 ആയിരിക്കും. ഓക്കെ, ഇതൊരു ബേസിക് ഐഡിയ ആണ്. ഇതിന്റെ കൂടുതൽ PYQസും പ്രാക്ടീസ് പ്രോബ്ലംസും ഗേറ്റ് പ്രിപ്പറേഷൻ, സെറ്റ് പ്രിപ്പറേഷൻ പ്ലേലിസ്റ്റുകളിൽ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്യാം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെഗുലർലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.